ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? നമുക്കും സുഖമാണ് കേട്ടോ. നല്ല മഴയാണ്, എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ, മഴയല്ലേ. അപ്പോൾ രാവിലെ മക്കളൊക്കെ പോയപ്പോഴും വരുമ്പോഴൊക്കെ മഴ തന്നെയാണ്. സ്കൂളിനൊന്നും അവധികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറേ അടുക്കള പണിയൊക്കെ ഒരുങ്ങി കുറേ സമയം ഇങ്ങനെ മുറ്റത്തേക്ക് നോക്കി കുറേ ഇരുന്നു കേട്ടോ. നല്ല മഴ, ഒരു പണി എടുക്കൂല, കാര്യം നല്ല മഴ ആയതുകൊണ്ടേ. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ കുളിയും അങ്ങനെയുള്ള പരിപാടികളും ഒക്കെ കഴിഞ്ഞ് ഇച്ചിരി നേരമൊക്കെ ഒന്ന് കടന്നുറങ്ങി എണീറ്റു. പിന്നെ മക്കൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണമല്ലോ. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് കുറേ ദിവസമായി ഇവിടെ കുറച്ച് അടപ്പായസം വെക്കൂലേ, അതിൻ്റെ അട കൊണ്ടുവന്ന് വെച്ചിട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഗ്യാസ് ശ്രദ്ധിച്ചാത്തതുകൊണ്ട് ഗ്യാസ് തീർന്നിരുന്നു. പിന്നെ ബുക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടാനും നേരം വൈകി. അങ്ങനെ അതവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് ഓർമ്മയായത്. എന്നാൽ അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ആദ്യം അത് ഇച്ചിരി വേവിച്ചതൊന്നും കാണിച്ചു തന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇച്ചിരി പാലൊക്കെ ഒഴിച്ചതൊക്കെ വേവിച്ചെടുത്തിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് ശർക്കരപ്പാവ് ഉണ്ടാക്കിയിട്ട് അതേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ, അരിച്ച്. അങ്ങനെ അടപ്പായസം ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ പിന്നെ എപ്പോഴും ഉണ്ടാക്കണമായതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതുമാണല്ലോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തോലൊക്കെ ലൈക്കും തരിക, അല്ലാത്തോലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ഇന്ന് നോക്കുമ്പോൾ 4 കൂടുതലാണെന്ന് വെച്ചെങ്കിൽ കുറച്ചൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് അത് 8 കുറഞ്ഞേക്കും. അങ്ങനെയൊക്കെയാണ്. അതെല്ലാവർക്കും ഇല്ലതാന്ന് തോന്നുന്നുണ്ട്, എന്തൊക്കെയാണാവോ. ആദ്യമാണ് കുറേ തോന്നും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച്. കുറച്ച് കഴിയുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ കാണാം അത് പറ്റേ കുറഞ്ഞേക്കണ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോസിൻ്റെയും ചാനലിൻ്റെയൊക്കെ അവസ്ഥകൾ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ പായസം ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിന് സ്കൂളൊക്കെ വിട്ട് വന്നിക്കണം കേട്ടോ. സ്കൂൾ വിട്ട് വന്നപ്പോൾ പായസം വെന്തിട്ടൊന്നുമില്ല. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസൊന്നുമില്ലല്ലോ. അപ്പം അതൊക്കെ മതി വിചാരിച്ചു. പിന്നെ പാലും കുറവേനു, ഒരു ഗ്ലാസ് പാലെങ്ങാണ്ടുള്ളതിന് അത് ഞാൻ അതിന് ഒഴിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ഒരു തേങ്ങ പൊട്ടിച്ച് പാലെടുത്ത് ആ പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതും കൂടി ആയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ 2 ഏലക്കായൊക്കെ കുത്തിയിട്ട് പിന്നെ പായസം അങ്ങോട്ട് റെഡിയാക്കി. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരത്തിന് പായസമാണ് ആക്കിയത് കേട്ടോ. മഴയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമല്ലേ, അതല്ലേ രസം. അപ്പോൾ അങ്ങനെയൊക്കെ. അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഉണ്ടായില്ല. മുന്തിരി ഉണ്ടായിരുന്നു, കറുത്ത മുന്തിരി, അത് ഇട്ടു. അണ്ടിപ്പരിപ്പിന് പകരം തേങ്ങ കൊത്തിയരിഞ്ഞ് അതുകൊണ്ട് നെയ്യിൽ വറുത്ത് അത് രണ്ടും കൊണ്ട് ഒഴിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ തട്ടിക്കൂട്ട് പായസമൊന്നും വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു പായസമാണ്. അങ്ങനെ പായസമൊക്കെ റെഡിയായി, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനത്തെ കുറച്ചുണ്ടാക്കിയാൽ പിന്നെ തികയൂല. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.